വെൽക്കം ടു റുക്കിയാസ് യൂട്യൂബ് ചാനൽ. വെൽക്കം ഗൈസ്. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമിക്കുക. ഞങ്ങൾ ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് ഇവർ ഇന്നലെ എൻ്റെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു. അപ്പം ഞങ്ങൾ മോർണിംഗ് ആണ് എണീക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ എണീറ്റു കേട്ടോ, വിചാരിച്ച പോലെ തന്നെ. ഏകദേശം നല്ല ഉറക്കമായിരുന്നു, റുക്കിയ മാത്രം ഉറങ്ങിയില്ല. അതെ, എൻ്റെ ഉറക്കം ഇവരൊക്കെ വിരുന്ന് വന്നുകൊണ്ട് ഞാൻ ഒരു വീട്ടുകാരി ആയതുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇൻഷാല്ലാ എല്ലാ കാര്യങ്ങളും നിങ്ങളോടായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഞാനിവിടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിയാന്ന്. എനിക്ക് എപ്പോഴും ഉള്ളൊരു സ്വഭാവമായിരുന്നു ഈ ഫ്ലൈറ്റെല്ലാം പോകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് നാട്ടിലോട്ട് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടാവാം ഇങ്ങനെ നോക്കാൻ തോന്നുന്നത്. അപ്പോൾ ആ നാട് പിന്നെ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ നമ്മളിവിടെ സ്കൈ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ സ്കൈ ട്രെയിനിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. നമ്മൾ കയറിയിട്ടുണ്ട്. ഒരു 2-3 തവണ കയറിയിട്ടുണ്ട്. അവള് കുറേ തവണ കയറിയിട്ടുണ്ട്. ഞാൻ അത്രയ്ക്ക് വലിയ പുള്ളി അല്ലാത്തതുകൊണ്ട് കുറച്ച് തവണ ഞാൻ കയറിയിട്ടുണ്ട്. കുറച്ചധികം ദൂരം പോകാനുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് തുടങ്ങിയുള്ളൂ. ഇനി നമ്മളൊരു സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ സ്റ്റോപ്പ്. ഗ്രാൻഡ് വില്ലയാണ്. അപ്പോൾ ഒരു 37-40 മിനിറ്റ്സ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ ലേഡീസ്, ആർ യു എക്സൈറ്റഡ് ടു ഗോ ടു ബാംഗ്ലൂർ? വെരി മച്ച്. ഞങ്ങളെല്ലാവരും മഫ്ലർ ഒക്കെ ഇട്ട് ഇറങ്ങിയേക്കുന്നതാണ്. കുറച്ച് അത്യാവശ്യം തണുപ്പുണ്ട്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ യാത്ര തുടങ്ങി വാങ്കോവറിലോട്ടുള്ള. ഇപ്പം ഒരുപാട് നല്ല സ്ഥലങ്ങളൊക്കെയാണ് ഞങ്ങൾ സ്കൈ ട്രെയിനിൽ പോയപ്പോൾ ഇങ്ങനെ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ സമയം ഞാൻ എന്നെക്കുറിച്ച് കുറച്ച് പറയാം. എൻ്റെ പേര് റുക്കിയ. ഞാനിവിടെ ട്രിനിറ്റി വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി കാനഡ ബ്രിട്ടീഷ് കൊളംബിയയിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെൽത്ത് കെയറിൽ. പിന്നെ ഞാനിവിടെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ക്ലിനിക്കിൽ. അങ്ങനെയൊക്കെയാണ് എന്നെക്കുറിച്ച്. ഇത്രയൊക്കെ ഉള്ളൂ, അധികമൊന്നും പറയാനില്ല. പിന്നെ ഞാൻ മാരീഡാണ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല. ഞാൻ ഇവിടെ വന്ന് ആളുടെ വിസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷേ അത് പിന്നെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടു. അങ്ങനെയൊക്കെ. പിന്നെ ഇവരെൻ്റെ ഫ്രണ്ട്സാണ്, ഫൗസിയും ഗായത്രിയും. ഇവരെൻ്റെ വീട്ടിലോട്ട് 2 ദിവസത്തെ സ്റ്റേക്കേഷനാണ് വന്നത്. ഫൗസിയ, ഗായത്രി ഒരു 2-3-4 ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങി ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വിശന്നു. അപ്പോൾ കേക്ക് കാര്യങ്ങളെല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ലീസ് ഓണേഴ്സ് കൊണ്ട് തന്നെയാണ് ക്രിസ്മസ് പ്രമാണിച്ച്. അപ്പം ഞങ്ങളതൊക്കെ പീസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. ഗായത്രി കുറച്ച് അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല, കുറച്ച് പിക്കി ഈറ്ററാണ് അവൾ. അപ്പം ഞാനും ഫൗസിയും കഴിച്ചു കേട്ടോ. ഗായത്രി ഒരു പാലിലാണ് ഇരിക്കുന്നത്. പാല് കുടിച്ചിട്ടുണ്ട് അവൾ രാവിലെ, അത് മാത്രമേ അവൾക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ചു. പിന്നെ കുറച്ച് അന്താക്ഷരി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പം ഞങ്ങളിങ്ങനെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ അത് പറയുന്നില്ല, നിങ്ങളത് വഴിയെ കണ്ടോളൂ ഞങ്ങളുടെ പ്ലാൻസ്. പിന്നെ അതെന്തായി കാര്യങ്ങളെല്ലാം. സ്വാഭാവികമായിട്ടും അങ്ങനെ വലിയ സംഭവമായിട്ടുള്ള ട്രിപ്പൊന്നും അല്ല ഇത്. ജസ്റ്റ് ഒരു കുഞ്ഞു ഞങ്ങളൊരു ഔട്ടിങ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്കൈ ട്രെയിനൊക്കെ കയറി നമ്മളിവിടെ ഇറങ്ങി, വാങ്കോവറിൽ ഇറങ്ങിയിട്ടുണ്ട് ഗ്രാൻഡ് വില്ലയിൽ. ഇനി നമ്മൾ പോകാൻ പോണത് നമ്മുടെ ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു സോഫാ? അടിപൊളിയായിരുന്നു. ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ച് നല്ല ടൈം പാസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആയി ഗൈസ്, ബാക്കിയൊന്നും ആയില്ല. മങ്കിയുടെ എമ്മായി ഒരു ഹായിൽ ഞാൻ സ്റ്റെക്കായി പോയി. പക്ഷെ നീ ഫൗള് കളിച്ച്. അതെ, ദായിൽ എവിടെ ഒരു ഫൗള് കളിച്ചു. ഫൗള് പിന്നെ എൻ്റെ വീക്ക്നെസ് ആണ്, അത് ഞാൻ വിട്ട് ചെയ്തിട്ടില്ലായിരിക്കും. ഇങ്ങോട്ടും. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം. ഇവിടെ വേറൊരു വ്ളോഗിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവള്. എല്ലാവരും വാങ്കോവറിൽ എത്തിയതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ്സിലാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇവിടെ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. ഹായ് പറയൂ.
മെറി ക്രിസ്മസ് ഗൈസ്. ആ ഇന്ന് ക്രിസ്മസ് ആണല്ലോ അല്ലേ, ഞാൻ മറന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ സ്കേറ്റിങ്ങിന് വന്നായിരുന്നു. പക്ഷേ സ്കേറ്റിംഗ് നല്ലതാണ്, പക്ഷെ നമുക്ക് ശീലമില്ലാത്തത് കൊണ്ട് ഒരു പേടി. ഈ റോളർ സ്കേറ്റ് പോലത്തെ സ്കേറ്റ് പ്ലേറ്റ്സ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് പരിചയമില്ലാത്തതിൻ്റെ ഒരു, ഇവിടെയുള്ളവരെല്ലാം പുലികളാണ്, എക്സ്പേർട്സ്. അവരിങ്ങനെ പോകുന്നുണ്ട്, അവർ സ്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കറിയില്ല, നമ്മൾ പിടിച്ചു പോകാൻ പറ്റുമായിരിക്കും, പക്ഷെ കാലെങ്ങാനും ഉളുക്കി വീണ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീടെത്താൻ നിങ്ങൾ വിചാരിക്കും പിന്നെ എന്തിനാ ഞങ്ങളിതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേന്. പക്ഷെ ഞങ്ങൾ ഇത്ര ക്രൗഡ് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത്ര ക്രൗഡിൽ ചെയ്യാനുള്ള ഞങ്ങൾ വിചാരിച്ച കുറച്ച് ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൈഡിലൊക്കെ പിടിച്ച് പോവായിരുന്നു. പക്ഷെ ഇതിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒട്ടും അറിയാത്ത 3 പേര് ഇതിലിറങ്ങിയാൽ എന്തായാലും പണി പാടും. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്ലാൻ ക്യാൻസൽ ചെയ്യാണ് ഗൈസ്. ഞങ്ങൾ വേറെ എന്തെങ്കിലും പുതിയ പ്ലാൻസ് ഉണ്ടെങ്കിൽ കാണിക്കാം. ഹായ്, അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റേക്കിംഗ് ഞങ്ങൾക്ക് പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇനി കുറച്ച് റീൽസൊക്കെ എടുത്ത് ഒരു 1.5 മണിക്കൂർ റീൽസൊക്കെ എടുത്ത് ആ റീൽസ് ആയിരിക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വരാൻ പോകുന്നത്. അതിനുശേഷം ഇനി നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവാണ്. എന്താ വേണ്ടത് നിനക്ക്? എനിക്കൊരു ടിം ഹോട്ടൻസിൽ നിന്ന് ഫ്രഞ്ച് വാനില വേണം. ഫ്രഞ്ച് വാനില അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ റീൽസ് ഒക്കെ എന്താ വേണ്ട. ഞാനൊരു ചായ് ലാറ്റെ നല്ലതായിരുന്നു. എനിക്ക് ഫ്രഞ്ച് വാനിലയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ട് അല്ലേ? അത് പിന്നെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇതിന് എത്ര എമൗണ്ട് വരുന്ന അനുസരിച്ചായിരിക്കും ഞങ്ങൾ ബാക്കി ഇനി വേണോ വേണ്ടേ തീരുമാനിക്കണത്. എന്തായാലും വീട്ടിൽ പോയിട്ട് ഇന്നലെ വെച്ച ബിരിയാണിയുടെ കുറച്ച് റൈസ് ബാക്കിയുണ്ട്. നമ്മൾ ചിലപ്പോൾ അതായിരിക്കും കഴിക്കാം. ഓക്കെ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ എടുത്ത ഫോട്ടോസായിരുന്നു. ഈ ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരും ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ ഷവർമ കഴിച്ചു. പിന്നെ ഞാൻ ടിം ഹോട്ടൻസിന് വേണ്ടിയിട്ട് കുറച്ച് തിരഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ ക്രിസ്മസ് ആയതുകൊണ്ട് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. പിന്നെ ക്രിസ്മസ് തീമിൽ ഫോട്ടോസ് വേണമെന്ന് ഞങ്ങൾക്ക് 3 പേർക്കും നിർബന്ധമായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഹലോ, അപ്പോൾ ഗൈസ് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 35 മിനിറ്റ്സൊക്കെ ട്രാവൽ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എൻ്റെ അതുപോലെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തിരുന്ന് ഇതേ സാധനം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവളുടെ ചാനലിൽ പോയിട്ട് അതേ സാധനം കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇനി നമ്മൾ റൂമിൽ പോയിട്ട് ചിക്കൻ ഫ്രൈയും പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണിയുടെ ബാക്കിയും കഴിക്കാനാണ് വിചാരിക്കുന്നത്. ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്കും അറിയാം ഈ വ്ളോഗിനകത്ത് കാര്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ വാങ്കോവറിലോട്ട് പോയിട്ട് വന്ന ഒരു കുഞ്ഞൊരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്.